എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൗമാര അഡോളസൻ്റ് പേരൻറ്റിങ് അഥവാ കൗമാര പരിപാലനം എന്ന വിഷയമാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ ശാരീരിക വളർച്ചയെ സംബന്ധിച്ച് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചും രണ്ടാമത്തെ എപ്പിസോഡിൽ വികാസ വെല്ലുവിളികൾ കൂടെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. ഇവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൗമാര പേരൻറ്റിങ് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കാണേണ്ടുന്നത് കൗമാരക്കാരെ അവരുടെ വ്യക്തിത്വം അംഗീകരിച്ചു കൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാതാപിതാക്കൾ കുടുംബത്തിൽ ഒരു സമീപനം പുലർത്തണമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. രണ്ടാമത് അവരുമായി ദിവസേന കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയും. ഈ സാഹചര്യത്തിൽ അവർക്കിഷ്ടമുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയിലായിരിക്കണം നമ്മൾ മാതാപിതാക്കൾ ഏർപ്പെടേണ്ടത്. ക്രിക്കറ്റ് ആകാം, സിനിമയാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം. അവർക്കിഷ്ടമുള്ള വിഷയം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും അവരുടെ ഇഷ്ടമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. പക്ഷെ ഒരു കാരണവശാലും ഈ സമയം ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത്. ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ വരത്തില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കൗമാരക്കാർ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് അവരിലൊന്ന് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. നാലാമത്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർബന്ധമായും അവരുമായും ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് ഉപരിപഠനത്തിന് വിഷയം തിരഞ്ഞെടുക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ താല്പര്യത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. അല്ലാതെ മാതാപിതാക്കളുടെ താല്പര്യം അനുസരിച്ച് കുട്ടിയെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കാണുക. അടുത്തതായിട്ട്, ഏത് സാഹചര്യത്തിലും കൗമാരക്കാർക്ക് മാതാപിതാക്കളെ സമീപിക്കാൻ കഴിയുന്ന രീതിയിൽ മാതാപിതാക്കൾ പ്രാപ്യരായിരിക്കേണ്ടതുണ്ട്. എന്ത് തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലും അവർക്ക് മാതാപിതാക്കളെ സമീപിക്കാൻ കഴിയുന്ന രീതിയിൽ മാതാപിതാക്കൾ പ്രാപ്യരായിരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ നമ്മളെ തന്നെ സമീപിക്കും. നമ്മൾ പ്രാപ്യരല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റ് തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാധ്യത, വീട് വിട്ടു പോകാനുള്ള സാധ്യത, ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ വർദ്ധിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കടുത്ത ശിക്ഷകൾ നൽകി അവരെ നേർവഴിക്ക് നയിക്കാമെന്ന് നമ്മൾ കരുതരുത്. അത്തരം കടുത്ത ശിക്ഷകളിലൂടെ, ശാരീരിക ശിക്ഷകളിലൂടെ അവർ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നതിനും വീട് വിട്ടു പോകുന്നതിനും ആത്മഹത്യയിലേക്ക് പോകുന്നതിനും ഒക്കെ കാരണമായി തീരുന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട്. മാതാപിതാക്കൾ കൗമാരക്കാരുമായി എപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള സമീപനം പുലർത്തുകയും സംയമനത്തോടു കൂടിയുള്ള സമീപനം പുലർത്തുകയും ചെയ്യണമെന്നുള്ളതാണ് എല്ലാ വിഷയങ്ങളിലും നമ്മൾ കാണേണ്ടുന്നത്. അതുപോലെ കൗമാരക്കാരിൽ പാഠ്യേതര വിഷയങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിലും കൂടെ പരിശീലനം നൽകി, പ്രാധാന്യം നൽകി അവരെ അതിൽ കൂടി ഉറപ്പിച്ച് നിർത്തുന്നതിന്, പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയത്തിൽ കൂടി ഉറപ്പിച്ച് നിർത്തുന്നതിനുള്ള സമീപനം മാതാപിതാക്കൾ വെച്ച് പുലർത്തണം. കൗമാരക്കാരിൽ ഒരു പ്രത്യേകത, അധികമായ മാനസിക ഊർജ്ജമുണ്ട്. അപ്പോൾ അവർക്ക് പഠനത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയും, താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തെറ്റായ വഴികളിലൂടെ, തെറ്റായ രീതികളിലേക്ക്, മദ്യമയക്കുമരുന്ന് പോലെയുള്ള ഉപയോഗത്തിൻ്റെ രീതികളിലേക്ക് അങ്ങനെ അവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കൗമാരക്കാരെ മറ്റ് കുട്ടികളുമായി താരതമ്യം ചെയ്യുക, അതുപോലെ പരസ്യമായി ശാസിക്കുക, ശിക്ഷിക്കുക, ഇത്തരം സമീപനങ്ങൾ നമ്മളൊരു കാരണവശാലും വെച്ച് പുലർത്തരുത്. താരതമ്യം ചെയ്യുന്ന രീതി അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അത് തീർച്ചയായിട്ടും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് കാരണമായി തീരും. പിന്നെ വേറെ പ്രശ്നമാണ്, മാതാപിതാക്കൾ കുട്ടികളെ സംശയിച്ച്, മദ്യമയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ സംശയിച്ച് മാതാപിതാക്കൾ കുട്ടികളില്ലാത്ത സമയം പുള്ളിയുടെ മുറി സെർച്ച് ചെയ്യുന്നവർ, പരിശോധിക്കുന്ന ഒരു സമീപനം. അതിൻ്റെ ഭാഗമായിട്ട് വലിയ സംഘർഷങ്ങളിൽപ്പെട്ട് മാതാപിതാക്കളെ അടിക്കുകയും അമ്മയുടെ കൈയൊടിയുകയൊക്കെ ചെയ്ത സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അവരില്ലാത്ത സമയം സെർച്ച് ചെയ്യുന്നത് സമീപനം ഒഴിവാക്കി അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അതുപോലെ കൗമാരക്കാരിൽ പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്ന ഒരു സമീപനം, പഠനത്തിൽ പുറകിൽ പോകണു, ദേഷ്യം, പിന്നെ പെട്ടെന്ന് കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ, പഠനത്തിൽ പുറകിൽ പോകണു, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവ രീതികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ മദ്യമയക്കുമരുന്നിൻ്റെ വിഡ്രാവൽ ഘട്ടത്തിലുള്ള ലക്ഷണമാകാം, അതല്ലെങ്കിൽ വിഷാദരോഗത്തിൻ്റെ ആരംഭമാകാം, അതല്ലെന്നുണ്ടെങ്കിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള ഗൗരവമായ മാനസിക രോഗങ്ങളുടെ കാരണമാകാം. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ കുട്ടിയെ നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ ഒട്ടും അമാന്തിക്കാതെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതിന് കൂടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്.
അതുപോലെ കൗമാരക്കാരുമായി ചില വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല രീതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ ടി വിയിൽ വന്ന ഒരു സംഭവം കുട്ടിയുടെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. കഥയുടെ രൂപത്തിൽ കുട്ടിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കൗമാരക്കാരിത് കേൾക്കുമ്പോൾ അവർ തന്നെ അതിലെ കഥാപാത്രമായി സ്വയം ചിന്തിക്കുകയും അവരങ്ങനെ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോയാൽ അവരെങ്ങനെ അത് പെരുമാറുമെന്നുള്ളതും കൂടി അവരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ കുട്ടിയിലുള്ള മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിന് മാതാപിതാക്കൾക്ക് ശ്രമിക്കാവുന്നതാണ്. പക്ഷേ അവിടെയും നമ്മൾ കാണുന്നത് പരസ്യമായിട്ട് കുട്ടിയെ ശാസിക്കുക, കുട്ടിയെ സ്വയം തിരിച്ചറിയുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്യാരക്ടറുമായിട്ട് താരതമ്യം ചെയ്ത് കുട്ടിയെ കുറ്റപ്പെടുത്തി അതിൻ്റെ പേരിൽ ശാസിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിന് എത്ര സ്നേഹമുള്ള പ്രധാനപ്പെട്ട വ്യക്തിയായാലും നമ്മളെ നിയന്ത്രിക്കുക, നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിർബന്ധത്തിന് വഴങ്ങാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങളിൽ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ നോ പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കൗമാരക്കാരിൽ പ്രത്യേകിച്ച് കുടുംബ സാഹചര്യത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് ലൈഫ് സ്കിൽ ട്രെയിനിങ് പോലെയുള്ള പരിപാടികളിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അത് സ്കൂൾ തലത്തിൽ കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇത്തരം മാർഗങ്ങൾ അവലംബിക്കേണ്ടത്.